അടിപൊളി. അപ്പോൾ പർദ ബിരിയാണി റെഡി. ഹായ് ഫ്രണ്ട്സ്, ഫോർ പീപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ട് അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കുറേ വ്യത്യസ്തമായ ബിരിയാണികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ കേൾക്കാത്ത ഒരു ടൈപ്പ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്, പർദ ബിരിയാണി. അപ്പോൾ ഈ പർദ ബിരിയാണി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നോക്കാം. പർദ ബിരിയാണി സംഭവം സിമ്പിളാണ്, പക്ഷേ കണ്ടേ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് പർദ ബിരിയാണിക്കുള്ള മാവ് കഴിക്കാം. ഈസ്റ്റ് സൊല്യൂഷൻ ആദ്യം നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുഴയ്ക്കാൻ ഇവൻ മിടുക്കനാ. വെള്ളം കൂട്ടി ബിരിയാണിൻ്റെ ചോറ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്കിനി ഈ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി കൂട്ടിട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് ഇതിലേക്ക് ഇടാം. എല്ലാം കൂടി ഒന്ന് വണക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുതിന ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഊറാൻ വെച്ച ബസുമതി അരി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറിലേക്ക് നമുക്ക് നാരങ്ങ ഒന്ന് വീണ് കൊടുക്കാം. ചോറ് ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഈ നാരങ്ങ വീഴുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചോറൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് വെക്കാം. നമുക്കിനി ഈ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ബേ ലീവ്സും പട്ടയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളകാണ്, സ്വീറ്റ് ക്യാപ്സിക്കമാണ്. അടുത്ത് നമ്മൾ തക്കാളി ജ്യൂസ് ഇതിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി. ഫ്രണ്ട്, നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല പിടിക്കട്ടെ. ഫ്ലെയിം നമ്മൾ കുറച്ചായി വെച്ചിരിക്കണേ. ഓക്കെ, ഇനി നമുക്കിത് വേകാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് മല്ലിത്തറ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ചോറ് വന്നിട്ടുണ്ട്, നമുക്ക് ഇറക്കി വെക്കാം. ഓ, ചൂടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ചോറൊന്ന് വാരി നമുക്ക് വേറൊരു പാത്രത്തേക്ക് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ചോറൊക്കെ ഒന്ന് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ഇറക്കി വെക്കാം അല്ലേ. സെറ്റ് സോഫ്റ്റ് ആയില്ലേ? നല്ല കട്ട സോഫ്റ്റ് ആയി. അപ്പോൾ നമുക്ക് ഈ മാവിനെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുക്കല്ലേ? ഓക്കെ.
അപ്പോൾ നമ്മുടെ പർദ്ദ ബിരിയാണിൻ്റെ പർദ്ദ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരത്തിയിട്ട് ഒരു സർക്കിൾ ഷേപ്പ് ആവുന്നുണ്ടല്ലേ? സർക്കിൾ ഷേപ്പ് ആവുമോ? ഇല്ല, സ്റ്റാർ ഓരോ ഷേപ്പ് ആയി ഉണ്ട്. നമുക്ക് നോക്കാം. ഒരു ഏകദേശം നമ്മൾ പരത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പർദ്ദ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് എണ്ണ നമുക്ക് എല്ലാവിടെയും നോക്കാം. അപ്പോൾ നമ്മൾ എണ്ണ എടുത്തിട്ട് നമ്മൾ മാവ് ഇറക്കി വെക്കുമ്പോൾ മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ എണ്ണ എടുക്കും ഒഴിക്കണം. ആദ്യം നമുക്ക് എണ്ണ എല്ലാവിടെയും ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ഇതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ള എള്ളും കറുപ്പ് എള്ളുമാണ്. അപ്പോൾ കുറച്ച് രസം ഉണ്ടാവും നമ്മുടെ പർദ്ദ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തയ്യാറാക്കിയ ഈ മാവ് പർദ്ദ അല്ലേ സോല? അപ്പോൾ ഈ മാവ് നമുക്ക് എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പർദ്ദ ചട്ടിന് മേലെ വെക്കാണ്. അപ്പോൾ നമ്മൾ പർദ്ദ വിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ചോറ് വെച്ച് കറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ ദം ലെയറായിട്ട് നമുക്ക് വെക്കാം. അത് നമ്മൾ ഒരു ലെയറിൽ ചോറ് വെച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവി ചിക്കൻ്റെ അത് നമ്മുടെ ചിക്കൻ ലെഗ് പീസ്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു വെള്ളത്തിൽ കലക്കിയതാണ്. ഇതുവരെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുക. ചുറ്റും നമുക്ക് ഇതിലേക്ക് മുട്ട ഒരു 4 സൈഡ് ഇട്ട് കൊടുത്താൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 സൈഡായി കിട്ടും. എന്ത് പറയണേ? ഒന്നും പറയണ്ട. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടെ ചോറ് ഇട്ട് കൊടുക്കാം. ശരിയല്ലേ? നമ്മുടെ മൊഞ്ചത്തിക്ക് പർദ്ദ ഇട്ട് കൊടുക്കല്ലേ? പിന്നല്ല, പർദ്ദ ഇട്ട മൊഞ്ചത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പർദ്ദ ബിരിയാണി ദമ്മിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ദമ്മിട്ട് വെക്കുന്ന നോക്കാം. അപ്പോൾ ദമ്മിടാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ അലുമിനിയം ഫോയിൽ ചുറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മളെങ്ങനെയാണ് ഇതിനെ ദമ്മിടാൻ പോകുന്നത്? ഫ്രണ്ട്സ്, നമുക്ക് ചട്ടി ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ ഒരു ചെറിയ തട്ട് വെച്ചിട്ട് ഇതിന് മുകളിലാണ് നമ്മൾ ദമ്മിടാൻ പോണത്. നമുക്ക് ദം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പർദ്ദ ബിരിയാണി റെഡിയായി. റെഡി ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കണം. ശരിയല്ലേ? മച്ചാ ആയിട്ടുണ്ടാവും. ആയിട്ടുണ്ടാവും തോന്നുന്നു. നോക്കാം. ആയിട്ടുണ്ടാവില്ല. ഭയങ്കര ചൂടാ. എന്താ ചൂട്? വെയിൽ കുറഞ്ഞാണ് ഇപ്പോൾ, കുഴപ്പമില്ല അല്ലേ? നല്ല മഴയുണ്ടാവും ചില സമയത്ത് നല്ല ചൂട്. അതാണ് ഓരോ കാലാവസ്ഥൻ്റെ മാറ്റങ്ങൾ. എന്താ പറയാ, ഒന്നും പറയണ്ട. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബിരിയാണി കൂടിയാണ് പർദ്ദ ബിരിയാണി. റെഡി ആയി നോക്കാം. അപ്പോൾ നമുക്ക് റെഡി ആയി ഉണ്ടാവും. നമുക്ക് ഈ പ്ലേറ്റ് സെർവ് ചെയ്താൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഫ്രണ്ട്സ്, നമുക്ക് എടുക്കാം. അത് നമ്മൾ ചട്ടി എടുക്കാനായി ഷെയിലെ തോർത്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പർദ്ദ ബിരിയാണി മറിച്ചിട്ടുണ്ട്. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ചൂടില്ല, അടിയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. റെഡി നൈസായി വന്നിട്ടുണ്ട്. സംഭവം അടിപൊളി. പർദ്ദ ബിരിയാണി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു വിഭവം. ബിരിയാണി ഒരു കേക്കിൻ്റെ ഇതിലേ കട്ട് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അയ്യോ, അടിപൊളി. അപ്പോൾ പർദ്ദ ബിരിയാണി റെഡി. അടിപൊളിയുണ്ട്. കേക്കും തുറന്ന ബിരിയാണിയൊക്കെ ഇങ്ങനെ ചാടിയാണ് പുറത്ത് വരുന്നുണ്ട്. നമ്മുടെ ചിക്കന് എല്ലൊക്കെ എല്ലാം നൈസായിട്ടുണ്ട്. അയ്യോ ഫ്രണ്ട്സ്, നമുക്ക് എന്ത് ചെയ്യാം, ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ ഫ്രണ്ട്സ്? ഇനി ടേസ്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
വെറൈറ്റി അല്ലേ? മസാല അടിപൊളി ഉണ്ട് കേട്ടോ സംഭവം. ചോറും ഇപ്പോൾ സാധാ ബിരിയാണി പോലെയല്ല, ഇതൊരു വെറൈറ്റി അല്ലേ? വെറൈറ്റി ടേസ്റ്റ് ആണ്. വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും മടിക്കരുത്, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണിത് വീട്ടിൽ. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഇങ്ങനെ വന്നാൽ വെച്ചാൽ ഇതിന് പർദ്ദയിലാണ് ദമ്മിട്ടപ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തും ഇങ്ങനെ ചോറ് നിൽക്കുന്നുണ്ട് അല്ലേ? അതാണ് ഇതിൻ്റെ വെറൈറ്റി. അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് അമ്മമാർ അവിടെ പാടത്ത് പണിയെടുക്കുന്നുണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കാം. കഴിച്ചോളെ. പർദ്ദ ബിരിയാണി നമ്മുടെ സ്പെഷ്യൽ. കഴിച്ചോളെ കേട്ടോ. എങ്ങനെയുണ്ട് അമ്മ? നന്നായിട്ടുണ്ട്, ഞാൻ കഴിച്ചല്ലോ. ഇത് നിങ്ങളുടെ കാഴ്ച കൂടാനാണ്. എന്ത്? ഞാൻ യൂട്യൂബിലിട്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കഴിച്ച്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഒരു വ്യത്യസ്തമായ ഒരു ഫുഡുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.